ഫ്രണ്ട്സ്, നമസ്കാരം. സൺഡേസ് വിത്ത് സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മടക്കുസാൻ അഥവാ ചുരുട്ട്, അല്ലെങ്കിൽ പാൻകേക്ക് വിത്ത് കോക്കനട്ട് ഫില്ലിംഗ്. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. മൈദമാവ് 1 കപ്പ്, നാളികേരപ്പാൽ 1.5 കപ്പ്, മുട്ട 1 നാളികേരം ചിരകിയത് 1.5 കപ്പ്, ഏലക്ക പൊടിച്ചത് 1 ടീസ്പൂൺ, പഞ്ചസാര 4 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ബട്ടർ ആവശ്യത്തിന്. ആദ്യം തന്നെ നമുക്ക് മടക്കുസാൻ ഉണ്ടാക്കുവാനുള്ള ബാറ്റർ തയ്യാറാക്കാം. ഇതിനുവേണ്ടി ഒരു ബൗളിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന മൈദമാവ് ഇട്ട് കൊടുക്കുക. ഇനി ഈ മൈദമാവിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ പാല് ആവശ്യാനുസരണം കുറേശ്ശെ ഒഴിച്ച് ഇതുപോലെ ഒരു ഫോർക്ക് കൊണ്ട് മിക്സ് ചെയ്യുക. കോക്കനട്ട് മിൽക്കിന് പകരം നിങ്ങൾക്ക് റെഗുലർ മിൽക്കോ അല്ലെങ്കിൽ വെള്ളമോ ആഡ് ചെയ്ത് കൊടുത്താലും മതി. ടോട്ടലായിട്ട് ഞാൻ ഇന്നിവിടെ 1.5 കപ്പ് മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുട്ട പൊട്ടിച്ചൊഴിച്ച് മിക്സ് ചെയ്യുക. ഇതിൽ കുറച്ച് കട്ടകളുണ്ട്, അത് മാറാൻ വേണ്ടി ഞാനിവിടെ ഹാൻഡ് മിക്സർ കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് മൈദമാവ് ഉപയോഗിക്കുന്നതിന് പകരം ഗോതമ്പ് മാവ് കൊണ്ടും ബാറ്റർ ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ ബാറ്റർ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇപ്പോൾ ദോശ ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശയുടെ ഉള്ളിൽ നിറയ്ക്കാനുള്ള ഫില്ലിങ്സ് ഉണ്ടാക്കാം. ഇതിനു വേണ്ടി നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന നാളികേരത്തിലോട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മടക്കുസാന് വേണ്ട ദോശ തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഒരു പാനിലോട്ട് ബട്ടർ തടവി കൊടുക്കുക. ഇതിലോട്ടിനി
ഒരു തവി മാവ് ഒഴിച്ച് ഇതുപോലെ ചുറ്റിച്ചെടുക്കുക. ഇതിനി അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റോളം വേവിച്ചെടുക്കാം. ഇത് നമുക്കിനി തിരിച്ചിട്ട് കൊടുത്ത് 1 മിനിറ്റും കൂടി കുക്ക് ചെയ്യാം. നമ്മുടെ മടക്കുസാന് വേണ്ട ദോശ റെഡി ആയിട്ടുണ്ട്. ദോശയിലോട്ട് ഇതുപോലെ ഫില്ലിങ്സ് വെച്ച് മടക്കിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫില്ലിങ്സ് ഇതുപോലെ ദോശയിലോട്ട് സ്പ്രെഡ് ചെയ്തും ചുരുട്ടിയെടുക്കാം. നമ്മുടെ വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി മടക്കുസാൻ അഥവാ ചുരുട്ട് റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി ചൂടോടുകൂടി സെർവ് ചെയ്യുക. നമ്മുടെ വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മടക്കുസാൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. Bye-bye.